പ്രിയപ്പെട്ടവരെ, വിചാറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന എന്ന ഭാഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഭരണഘടന എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഭരണഘടനയ്ക്കുള്ളിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്കറിയാം, LDC മെയിൻസിൻ്റെ ഒക്കെ സിലബസിൽ മൗലിക അവകാശങ്ങൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് മൗലിക അവകാശങ്ങളെന്ന് പറയുന്ന ഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളൊരു വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ചാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. എഴുത്തിൽ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും, അത് ക്ഷമിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മൗലികാവകാശം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ആദ്യത്തെ പോയിൻ്റാണ് അമേരിക്ക. മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ബിൽ ഓഫ് റൈറ്റ്സിലാണ്. ബിൽ ഓഫ് റൈറ്റ്സിലാണ് അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ പോയിൻ്റ് പഠിച്ച് വെച്ചേക്കുക. മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിൽ ഓഫ് റൈറ്റ്സിലാണെന്നും കൂടി ഓർമ്മിച്ച് വെക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം ഏതാണെന്ന് PSC നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഭാഗം 3. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഭാഗം ഏതാണ്? 3. ഭാഗം 3 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ് മൗലിക അവകാശങ്ങളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്, അതായത് 1950 ജനുവരി 26 അല്ലേ, ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഈ സമയത്ത് നമുക്ക് 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പൗരന് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 6 മൗലിക അവകാശങ്ങളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട് എന്ന് PSC ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, 6 മൗലിക അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, 7 മൗലിക അവകാശങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സംശയം വരും, ഏതാണ് ആ ഒരു മൗലിക അവകാശം? 7 എങ്ങനെ 6 ആയി? ആ മൗലിക അവകാശം ഏതാണ്? സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശം ഉൾക്കൊള്ളുന്ന ഭാഗം 3 ആർട്ടിക്കിൾ 31 സ്വത്തവകാശം എന്ന് പറയുന്ന മൗലിക അവകാശം ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 31 സ്വത്തവകാശം എന്ന മൗലിക അവകാശം ഉണ്ടായിരുന്നത് എന്ന് ഓർമ്മിക്കുക. അത് 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം എന്തായിട്ട് മാറി? ഒരു നിയമാവകാശമായി മാറി. നിയമാവകാശമായി മാറി എന്നുള്ളതാണ്. 1978
44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശമായിരുന്ന, അതായത് ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 31-ാമത്തെ ആർട്ടിക്കിൾ 31-ാമത്തെ വകുപ്പിൽ നിൽക്കുന്ന സ്വത്തവകാശം എന്ന മൗലികാവകാശം 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു നിയമാവകാശമാക്കി മാറ്റി. നിയമാവകാശമാക്കി മാറ്റിയപ്പോൾ അത് ഭരണഘടനയുടെ 12-ാം ഭാഗത്ത് 300A എന്ന വകുപ്പിലേക്ക് പോയി ചേർന്നു. 12-ാം ഭാഗത്ത് 300A എന്ന വകുപ്പിലേക്ക് കൂട്ടിച്ചേർത്തു സ്വത്തവകാശം. അപ്പോൾ ഇപ്പോൾ സ്വത്തവകാശം ഏത് തരം അവകാശമാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, നിയമാവകാശമാണ്. ഏത് വർഷമാണ് സ്വത്തവകാശം നിയമാവകാശമായി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് നമുക്ക് ഉത്തരം പറയാം, അല്ലേ? അപ്പോൾ ആ കാര്യം വ്യക്തമായി പഠിച്ചു വെക്കുക. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 6 മൗലികാവകാശങ്ങളാണുള്ളത്. പുറത്തു പോയിട്ടുള്ള ഒരു മൗലികാവകാശം സ്വത്തവകാശമാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തുപോയ ഒരു മൗലികാവകാശം സ്വത്തവകാശമാണ്. ആ സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്. നിയമാവകാശം ഭരണഘടനയുടെ 12-ാമത്തെ ഭാഗത്ത് 300A എന്ന് പറയുന്ന വകുപ്പിലാണ് ഇപ്പോൾ ആ സ്വത്തവകാശം ഉള്ളത് എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം. ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകൾ പഠിക്കണം. ഇത് മുഴുവൻ നമുക്കിപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് 2 ക്ലാസ്സുകളിലായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചെടുക്കാം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം. ആർട്ടിക്കിൾ 12, അതായത് അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 12 പ്രകാരം എന്താണ് പറയുന്നത്? രാഷ്ട്രം എന്ന വാക്കിൻ്റെ നിർവചനം ഉൾപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 12. രാഷ്ട്രം എന്ന വാക്കിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 12 എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 13 പ്രകാരം സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 13 പ്രകാരം സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അവകാശം. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അവകാശം. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നയങ്ങളും നിയമങ്ങളൊക്കെ നിർമ്മിക്കും, അല്ലേ? ഗവൺമെൻറ്റിൻ്റെ പണി അതാണല്ലോ, നയങ്ങളും നിയമങ്ങളൊക്കെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പണി. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും നിയമങ്ങളും ഭരണഘടനാ താൽപ്പര്യത്തിന് വിരുദ്ധമാണെന്ന് തോന്നിയാൽ, ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും നിയമങ്ങളും ഭരണഘടനാ താൽപ്പര്യത്തിന് വിരുദ്ധമാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ എതിരാണെന്ന് തോന്നിയാൽ നീതിപീഠങ്ങൾക്ക് അവയെ അസാധുവാക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിന് പറയുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നത്. ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, വ്യക്തമായി മനസ്സിലാക്കുക. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും നിയമങ്ങളും ഭരണഘടനാ താൽപ്പര്യത്തിന് എതിരാണെന്ന് തോന്നിയാൽ നീതിപീഠങ്ങൾക്ക് അവയെ അസാധുവാക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ആർട്ടിക്കിൾ നമ്മൾ പഠിക്കുക. 12-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് രാഷ്ട്രമെന്ന വാക്കിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 12. അതുപോലെ 13-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂവിന് അധികാരം നൽകുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളുണ്ട്. അത് മൗലികാവകാശത്തിൻ്റെ ആർട്ടിക്കിളിൽ വരുന്നതല്ല. ആ ആർട്ടിക്കിളാണ് 254. ഇത് പ്രകാരം ഹൈക്കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ അനുവാദം നൽകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഹൈക്കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ അനുവാദം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അതേതാണ്? ആർട്ടിക്കിൾ 254. ഓക്കെ, മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 13 പ്രകാരം സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താം. ആർട്ടിക്കിൾ 254 പ്രകാരം ഹൈക്കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താം. 254 പ്രത്യേകം പഠിച്ചു വെക്കുക, കാരണം നമ്മൾ മൗലികാവകാശത്തിൻ്റെ ഭാഗമായി വരുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റ് വകുപ്പുകളെക്കുറിച്ചാണ്. മറ്റ് വകുപ്പുകൾ കുറച്ച് വിപുലമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. നമുക്ക് 6 മൗലിക അവകാശങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിലൊന്ന് സമത്വത്തിനുള്ള അവകാശം. സമത്വം. ഈ സമത്വത്തിനുള്ള അവകാശം ഇംഗ്ലീഷിൽ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയും. റൈറ്റ് ടു ഈക്വാലിറ്റി. ഇത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയും. അത് ആർട്ടിക്കിൾ 19 മുതൽ ആർട്ടിക്കിൾ 22 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. മൂന്നാമത്തത് ചൂഷണത്തിന് എതിരായ അവകാശം. ചൂഷണത്തിനെതിരായ അവകാശം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശമാണ് എന്ന് മനസ്സിലാക്കണം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23ഉം 24ഉമാണ്. 23ഉം 24ഉം. നാലാമത്തെ മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെ. ഓക്കെ, 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ 4 എണ്ണം ഒന്ന് പഠിച്ചു വെക്കുക. സമത്വത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഈക്വാലിറ്റി 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെ. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, ചൂഷണത്തിന് എതിരായ അവകാശം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. അഞ്ചാമത്തെ മൗലിക അവകാശം ഏതാണെന്ന് നോക്കിയാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എന്താണ് സാംസ്കാരികം? അതുപോലെ വിദ്യാഭ്യാസപരം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയും. അത് ആർട്ടിക്കിൾ 29, 30. ആർട്ടിക്കിൾ 29, 30. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29, 30 എന്നിവയിൽ അതിനെക്കുറിച്ച് പറയുന്നു. ഇനി അവസാനത്തെ 6ാമത്തെ മൗലിക അവകാശം എന്താണ്? 6ാമത്തെ മൗലിക അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധി. ഭരണഘടനാപരമായ പ്രതിവിധി. അത് ആർട്ടിക്കിൾ 32. നമുക്കറിയാം ആർട്ടിക്കിൾ 31 നമ്മളിവിടെ ചർച്ച ചെയ്തില്ല. ആർട്ടിക്കിൾ 31 സ്വത്തവകാശമായിരുന്നു. സ്വത്തവകാശം ആർട്ടിക്കിൾ 31 നിന്ന് എടുത്ത് 300A എന്ന് പറയുന്ന നിയമാവകാശമാക്കി മാറ്റിയത് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ 6ാമത്തെ മൗലിക അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായ പ്രതിവിധിയാണ് ആർട്ടിക്കിൾ 32 എന്ന് ഓർമ്മിക്കുക.
അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 12 എന്താണെന്ന് പറഞ്ഞു, ആർട്ടിക്കിൾ 13 എന്താണെന്ന് പറഞ്ഞു, ആർട്ടിക്കിൾ 32 വരെയുള്ള 6 മൗലിക അവകാശങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അതായത് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെ, ചൂഷണത്തിന് എതിരായ അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23, 24, അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25, 28, 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെ, 29ഉം 30ഉമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അതുപോലെ അവസാനത്തെ 6ാമത്തെ മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. ഇത് ഓരോന്നും അതായത് 14, 15, 16, 17, 18 വകുപ്പൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത പാർട്ടിലാണ് ആ കാര്യങ്ങൾ പറയുക. അതിനു മുമ്പേ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട 1-2 GK ക്വസ്റ്റ്യൻസും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്കറിയാം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 PSC നിരവധി തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 എന്താണ് ആർട്ടിക്കിൾ 21 പറയുന്നത്? ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതിക്ക് റദ്ദാക്കാനാവാത്ത മൗലിക അവകാശങ്ങൾ ഏത്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതിക്ക് റദ്ദാക്കാനാവാത്ത മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20ഉം 21. ആർട്ടിക്കിൾ 20ഉം 21ഉം അടിയന്തരാവസ്ഥ കാലത്തും രാഷ്ട്രപതിക്ക് റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരം നൽകുന്ന അനുച്ഛേദങ്ങൾ ഏത് എന്നുള്ളതാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിന് പ്രത്യേകം 2 അനുച്ഛേദങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരം നൽകുന്ന അനുച്ഛേദങ്ങളാണ് 352, 359. ഇത്രയും കാര്യം വളരെ വ്യക്തമായി പഠിച്ചു വെക്കുക. തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നിവ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യും. എല്ലാവർക്കും നന്ദി. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.